ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റൈറ്റ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹോൾഡിംഗ് കമ്പനീസിനെ കുറിച്ചിട്ടായിരുന്നു. ഓക്കെ, സോ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ അടുത്ത സെക്ഷനാണ്. നമുക്ക് നോക്കാം, ടൈപ്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, ഏതൊക്കെ തരത്തിലുള്ള ഹോൾഡിംഗ് കമ്പനി ഉണ്ടെന്നാണ്. ഓക്കെ, ഒന്ന് പ്യുവർ ഹോൾഡിംഗ് കമ്പനി. പ്യുവർ ഹോൾഡിംഗ് കമ്പനി നോക്കാം. പ്യുവർ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ദോസ് കമ്പനീസ് വിച്ച് ഡു നോട്ട് participate in another business other than controlling one or more firms. ഒന്നോ അതിലധികമോ കമ്പനികളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ദേ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ എനി ബിസിനസ്. ഓക്കെ, വേറെ ഒരു ബിസിനസ്സും ഇല്ല. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് വേറൊരു കമ്പനിയുടെ കൺട്രോൾ അക്വയർ ചെയ്യുക. Okay, so pure holding company is formed for the sole purpose of owning stocks in another companies. Okay, മറ്റുള്ള കമ്പനീസിന്റെ സ്റ്റോക്കുകൾ അക്വയർ ചെയ്യുക, ഓൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്യുവർ ഹോൾഡിംഗ് കമ്പനിയുടെ സോൾ പർപ്പസ്. ക്ലിയർ ആണോ? ഇറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി എൻഗേജ് ഇൻ എനി കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ഇറ്റ് സെൽഫ്. വേറെ ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസും ചെയ്യത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പോൾ പ്യുവർ ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ എനി ബിസിനസ്. ഒരു ബിസിനസ് ചെയ്തില്ല, അല്ലെങ്കിൽ വേറൊരു എന്തില്ല, വേറെ ഒരു കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസും എൻഗേജ് ചെയ്യത്തില്ല. എന്തിനു വേണ്ടിയിട്ട് മാത്രം? solely for the purpose of owning stocks in another companies. മറ്റുള്ള കമ്പനീസിന്റെ സ്റ്റോക്കുകൾ ഓൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്യുവർ ഹോൾഡിംഗ് കമ്പനീസിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സ്റ്റോക്ക്? ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷെയർസ് ആൻഡ് സ്റ്റോക്സ് അല്ലേ? ഷെയർസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് ഉണ്ട്. എന്താണ് ഷെയർ എന്ന് പറഞ്ഞാൽ? ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഷെയർ എന്ന് വിളിക്കുക. ഓക്കെ, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് കമ്പനീസിന്റെ, അതായത് ബഞ്ച് ഓഫ് ഷെയർസിനെയാണ് എന്തെന്ന് വിളിക്കുക? സ്റ്റോക്ക് എന്ന് വിളിക്കുക. ബഞ്ച് ഓഫ് ഷെയർസ്. ഓക്കെ, ബഞ്ച് ഓഫ് ഷെയർസിനെ എന്തെന്ന് വിളിക്കുക? സ്റ്റോക്ക് എന്ന് വിളിക്കുക. ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് ആണ്, ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു യൂണിറ്റ് ഷെയർ. ക്ലിയർ ആണ്? അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഒന്നിൽ കൂടുതൽ കമ്പനീസിന്റെ എന്തുണ്ടാവും? ഷെയർസ് ഉണ്ടാവും. അതാണ് ബഞ്ച് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി? ഇപ്പോൾ എൻ്റെ കയ്യിൽ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ മാത്രം ഷെയർ ആണ് ഉള്ളതെങ്കിൽ, ഓക്കെ, റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ മാത്രമാണെങ്കിൽ, അതിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ ഇപ്പോൾ 100 യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിന് ഷെയർ എന്നാണ് വിളിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ റിലയൻസിൻ്റെ ഉണ്ട്, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിൻ്റെ ഉണ്ട്. ഓക്കെ, എല്ലാത്തിൻ്റെയും ഷെയർ ഉണ്ടെങ്കിൽ ഇതിനെ കോമൺ ആയിട്ട് വിളിക്കേണ്ട പേരാണ് സ്റ്റോക്ക് എന്ന് വിളിക്കുക. കഥ മനസ്സിലായ? അത്രയേ ഉള്ളൂ. ഓക്കെ, സോ രണ്ടാമത്തെ ടൈപ്പ് ആണ് മിക്സഡ് ഹോൾഡിംഗ് കമ്പനി. മിക്സഡ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെഫേഴ്സ് ടു ദോസ് കമ്പനീസ് വിച്ച് ഡു നോട്ട് ഓൺലി കൺട്രോൾ അതർ കമ്പനീസ്. ജസ്റ്റ് കൺട്രോൾ ചെയ്യുക മാത്രമല്ല, ബട്ട് ഓൾസോ എൻഗേജസ് ഇൻ ഇറ്റ്സ് ഓൺ ഓപ്പറേഷൻസ്. ഓക്കെ, അവർക്ക് അവരുടേതായ ബിസിനസ് ഉണ്ട്. മനസ്സിലായോ? ജസ്റ്റ് കൺട്രോൾ ചെയ്യുക മാത്രമല്ല, ദേ ഓൾസോ ഹാവ് ദെയർ ഓൺ ഓപ്പറേഷൻസ് ഓർ ബിസിനസ്സസ്. ക്ലിയർ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹോൾഡിംഗ് ഓപ്പറേറ്റിംഗ് കമ്പനി. അപ്പോൾ മിക്സഡ് ഹോൾഡിംഗ് കമ്പനി വിളിക്കേണ്ട പേരാണ് ഹോൾഡിംഗ് ഓപ്പറേറ്റിംഗ് കമ്പനി എന്ന് വിളിക്കുക. ക്ലിയർ ആണോ പറയുന്നത്? അപ്പോൾ പ്യുവർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? സോൺലി ഫോർ ദി പർപ്പസ് ഓഫ് ഓണിംഗ് സ്റ്റോക്സ്. ദേ ഡു നോട്ട് എൻഗേജ് ഇൻ എനി അതർ ആക്ടിവിറ്റീസ്. ബട്ട് മിക്സഡ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞാലോ വിച്ച് ഡു നോട്ട് ഓൺലി കൺട്രോൾ ദ കമ്പനീസ്. വെറുതെ കൺട്രോൾ ചെയ്യുക മാത്രമല്ല, വെറുതെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അത് പ്യുവർ ആണ്. ഇവിടെ വെറുതെ കൺട്രോൾ ചെയ്യുക മാത്രമല്ല, ദേ ഓൾസോ എൻഗേജ് ഇൻ ദെയർ ഓൺ ബിസിനസ് എങ്കിൽ അതിനെയാണ് മിക്സഡ് ഹോൾഡിംഗ് എന്ന് വിളിക്കുക. ഇതിനെ വിളിക്കേണ്ട വേറെ പേരാണ് ഹോൾഡിംഗ് ഓപ്പറേറ്റിംഗ് കമ്പനി. അപ്പോൾ ഹോൾഡിംഗ് ഓപ്പറേറ്റിംഗ് കമ്പനീസ് അതർവൈസ് നോൺ ആസ് മിക്സഡ് ഹോൾഡിംഗ് കമ്പനീസ്. മിക്സഡ് ഹോൾഡിംഗ് കമ്പനീസ് ആർ അതർവൈസ് നോൺ ആസ് ഹോൾഡിംഗ് ഓപ്പറേറ്റിംഗ് കമ്പനീസ്. ക്ലിയർ? ഇനി ഹോൾഡിംഗ് കമ്പനീസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ലൈൻസ് ഓഫ് ബിസിനസ് ഫ്രം ദെയർ സബ്സിഡീസ് ആർ റെഫേർഡ് ടു ആസ് കോൺഗ്ലോമറേറ്റ്സ്. വളരെ ഇമ്പോർട്ടന്റ്, കോൺഗ്ലോമറേറ്റ്സ്. എന്താണ് കോൺഗ്ലോമറേറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഹോൾഡിംഗ് കമ്പനീസ് ആണ്. ഹോൾഡിംഗ് കമ്പനീസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ലൈൻസ് ഓഫ് ബിസിനസ് ഫ്രം ദെയർ സബ്സിഡറീസ്. സബ്സിഡറീസിന്റെ ബിസിനസ് വേറെ, ആരുടെ ബിസിനസ് വേറെ? ഹോൾഡിംഗ് കമ്പനീസിന്റെ ബിസിനസ് വേറെ എങ്കിൽ ആ ഹോൾഡിംഗ് കമ്പനീസിനെയാണ് നമ്മൾ എന്ന് വിളിക്കേണ്ടത്? കോൺഗ്ലോമറേറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, എന്താ പറയുന്നത്? The holding companies that take part in completely unrelated lines of business from their subsidiaries. Subsidiaries
ചെയ്യുന്ന ബിസിനസ് വേറെ, ഹോൾഡിംഗ് കമ്പനി ചെയ്യുന്ന ബിസിനസ് വേറെ. അൺറിലേറ്റഡ് ലൈൻസ് ഓഫ് ബിസിനസ് ഫ്രം സബ്സിഡീസ്, then that holding companies are known as conglomerates എന്ന് വിളിക്കുക. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പോൾ മിക്സഡ് ഹോൾഡിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ രണ്ട് ബിസിനസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് ബിസിനസ് ആണ്. കൺട്രോൾ ചെയ്യുക മാത്രമല്ല ബിസിനസ് കൂടി ചെയ്യുമെങ്കിൽ അത് മിക്സഡ് ഹോൾഡിംഗ് ആണ്. ഇവിടെ അങ്ങനെ ചെയ്യുന്ന ബിസിനസ് എന്താണ്? അൺറിലേറ്റഡ് ലൈൻസ് ഓഫ് ബിസിനസ് ആണെങ്കിൽ അങ്ങനെയുള്ള ഹോൾഡിംഗ് കമ്പനീസിനെയാണ് നമ്മൾ കോൺഗ്ലോമറേറ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കിയേ, ഇമ്മീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി. നോക്കൂ, refers to that company which retains voting power or control of another company in spite of the fact that the company itself is already controlled by another entity. ഇതാ നോക്കൂ, ഇമ്മീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനി വിച്ച് റീറ്റെയിൻസ് വോട്ടിംഗ് പവർ ഓർ കൺട്രോൾ ഓഫ് അനദർ കമ്പനി. വേറൊരു കമ്പനിയുടെ എന്തുണ്ട്? വോട്ടിംഗ് പവർ ഉണ്ട്, കൺട്രോൾ ഉണ്ട്, ഇല്ലേ? ബി എന്ന് പറയുന്ന കമ്പനിയുടെ കൺട്രോൾ ആരുടെ കയ്യിലാണ്? എയുടെ കയ്യിൽ തന്നെയാണ്. മനസ്സിലായോ? ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദ കമ്പനി വിച്ച് റീറ്റെയിൻസ് വോട്ടിംഗ് പവർ ഓർ കൺട്രോൾ ഓഫ് അനദർ കമ്പനി. എ എന്ന് പറയുന്ന കമ്പനി തന്നെയാണ് ബി യെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ കമ്പനി ഇറ്റ്സെൽഫ്, the company itself is already controlled by another entity. Okay, in spite of the fact that the company itself, അതായത് എ എന്ന് പറയുന്ന കമ്പനി is controlled by another entity B. Okay ആണോ? It is a company that is already a subsidiary of another. Okay, it is a holding company. Holding company കുറിച്ചിട്ടല്ലേ പറയുന്നത്? അപ്പോൾ എ എന്ന് പറയുന്ന holding company, they are already a subsidiary of another, then that holding company is known as immediate holding company. ഇത് വിളിക്കുക ഇമ്മീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ പീക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തൊട്ടടുത്ത് വരുന്ന സബ്സിഡിയറി, അതിന് വേറൊരു സബ്സിഡിയറി. മനസ്സിലായ? നാലാമത്തെ നോക്കിയേ, ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി. ഇന്റർമീഡിയറ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫേം ദാറ്റ് ഈസ് ബോത്ത് എ ഹോൾഡിംഗ് കമ്പനി ഓഫ് അനദർ എൻറ്റിറ്റി ആൻഡ് എ സബ്സിഡിയറി ഓഫ് എ ലാർജ് കോർപ്പറേഷൻ. ഈ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ രണ്ടും ഇമ്മീഡിയറ്റും ഇന്റർമീഡിയറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ബി എന്ന് പറയുന്ന കമ്പനിയെ എ ഹോൾഡ് ചെയ്യുന്നു. എ ഓൾറെഡി ആര് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു? പി ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആണ്, ഇല്ലേ? ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ റീറ്റെയിൻസ് പവർ ഓർ കൺട്രോൾ ഓഫ് ബി. ഓക്കെ, and in spite of the fact that the company itself is already controlled by another entity, A already controlled by P. Clear? ഇമ്മീഡിയറ്റ്. ഇനി ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫേം ദാറ്റ് ഇസ് ബോത്ത് എ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡിയറി ഓഫ് ലാർജർ കോർപ്പറേഷൻ. അതായത് ഇതുപോലെ തന്നെ എ എന്ന് പറയുന്ന കമ്പനി, ബി എന്ന് പറയുന്ന കമ്പനി, പി എന്ന് പറയുന്ന കമ്പനി. ഓക്കെ, ഇറ്റ് ഇസ് എ ഫേം ദാറ്റ് ഇസ് ബോത്ത് എ ഹോൾഡിംഗ് കമ്പനി ഓഫ് അനദർ എൻറ്റിറ്റി. എ എന്ന് പറയുന്നത് ബിയുടെ ഹോൾഡിംഗ് കമ്പനിയാണ്, എ എന്ന് പറയുന്നത് ബിയുടെ ഹോൾഡിംഗ് കമ്പനിയാണ്, ആൻഡ് എ സബ്സിഡിയറി ഓഫ് എ ലാർജർ കോർപ്പറേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ബോഡി കോർപ്പറേറ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ ഫോറിൻ കമ്പനി എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഫോറിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ എന്തെന്ന് പറയാം നമുക്കതിനെ? ഒരു ഫോറിൻ കമ്പനി ആയിരിക്കും. ഓക്കെ, ഒരു ഫോറിൻ കമ്പനിയുടെ സബ്സിഡിയറി ആയിരിക്കും എ. എ ആരെ ഹോൾഡ് ചെയ്യുന്നു? ബി ഹോൾഡ് ചെയ്യുന്നു. ക്ലിയർ? തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത വേർഡ് ലാർജ് കോർപ്പറേഷൻ ആണെന്നേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ ആണോ? ദിസ് ടൈപ്പ് ഓഫ് ഫേം മൈറ്റ് ബി എക്സംപ്റ്റഡ് ഫ്രം പബ്ലിഷിംഗ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആസ് എ ഹോൾഡിംഗ് കമ്പനി ഓഫ് ദി സ്മോളർ ഗ്രൂപ്പ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലാർജ് കോർപ്പറേഷൻ ആണ്. ലാർജ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് അതൊരു ഫോറിൻ കമ്പനി ആയിരിക്കും. ഓക്കെ, സോ ഫോറിൻ കമ്പനി ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ദേ ആർ എക്സംപ്റ്റഡ് ഫ്രം പബ്ലിഷിംഗ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആസ് എ ഹോൾഡിംഗ് കമ്പനി ഓഫ് ദ സ്മോളർ ഗ്രൂപ്പ്. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരു ഫോറിൻ കമ്പനിയാണ്. ക്ലിയർ? നമ്മൾ പഠിക്കുന്നത് ഇൻഡേസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ? കഥ മനസ്സിലായി? നെക്സ്റ്റ് നോക്കിയേ, അഡ്വാൻറ്റേജസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനീസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജ്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താ? ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പനി മറ്റുള്ള കമ്പനികളെ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ള കമ്പനികളെ വിളിക്കേണ്ട പേര് സബ്സിഡിയറി കമ്പനീസ് എന്ന് വിളിക്കുക, ഇല്ലേ? ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ. സബ്സിഡിയറി കമ്പനീസ് മെയിൻറ്റെയിൻ ദെയർ സെപ്പറേറ്റ് ഐഡന്റിറ്റീസ് ആൻഡ് ആസ് സച്ച് ദേ മെയിൻറ്റെയിൻ ദെയർ ഗുഡ് വിൽ. ഓക്കെ,
ഇവിടെ സബ്സിഡിയറി കമ്പനീസ് അവരുടെ തന്നെ ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗുഡ് വില്ലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനി അല്ലെ, ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയെ ആൽഫബറ്റ് എന്ത് ചെയ്തു, ആൽഫബറ്റ് അക്വയറി ചെയ്തു അല്ലെ, ആൽഫബറ്റ് ക്ലിയർ ആണ്. അപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയെ ആൽഫബറ്റ് അക്വയറി ചെയ്തെങ്കിലും their separate identities they maintains, okay, and they maintains their goodwill also. Clear ആണ്. 2, the persons controlling the holding company need invest a comparatively small amount in order to control the subsidiary companies. Subsidiary companiesനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു കമ്പാരിറ്റീവ്ലി സ്മോൾ എമൗണ്ട് എന്ത് ചെയ്താൽ മതി, ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനീസ് ഒരു കമ്പാരിറ്റീവ്ലി സ്മോൾ എമൗണ്ട്, അതായത് മോർ ദാൻ 50% ഷെയർസ് ഹോൾഡ് ചെയ്താൽ പോരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി, കമ്പാരിറ്റീവ്ലി ഒരു സ്മോൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. 3, by maintaining the separate identities of the various companies, it would be possible to carry forward losses to income tax purpose. എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രൂപ്പ് അല്ലേ, അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിനകത്ത് ഒരുപാട് കമ്പനീസ് ഇല്ലേ, അങ്ങനെ കമ്പനീസ് വരുമ്പോൾ തന്നെ ഇറ്റ് വുഡ് ബി പോസിബിൾ ടു ക്യാരി ഫോർവേഡ് ലോസസ്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനിക്ക് ലോസ് ആണെങ്കിൽ ആ ലോസുകൾ എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരുടെ സബ്സിഡറി കമ്പനീസിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്, ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട്. Okay, next, each subsidiary company has to prepare its own accounts and therefore the financial position and profitability of each undertaking is known. Okay, ഓരോ സബ്സിഡിയറി കമ്പനീസും എന്ത് ചെയ്യും, they has to prepare its own accounts, അവരുടെ തന്നെ അക്കൗണ്ട്സ് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ. നെക്സ്റ്റ്, should it be found desirable that the control of the holding company given up. ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഹോൾഡിംഗ് കമ്പനിക്ക് അവരുടെ കൺട്രോൾ എന്ത് ചെയ്യണം, വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ they can എന്ത് ചെയ്യാം, it can easily do so by selling the shares of the subsidiary company in open market. ഓക്കെ, ഓപ്പൺ മാർക്കറ്റിൽ വിറ്റുകൊണ്ട് അല്ലേ, അവർ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ ഓപ്പൺ മാർക്കറ്റിൽ സെല്ല് ചെയ്തുകൊണ്ട് സബ്സിഡിയറി കമ്പനിയുടെ ഏത് ഒഴിവാക്കാം, സബ്സിഡിയറി കമ്പനീസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. Okay, next, competition among the two companies is totally eliminated as both of the companies are managed by the same group. Okay, അതായത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള എന്ത് മത്സരം അല്ലേ, അതായത് റൈവൽറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്ക്. ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ്, ഹോൾഡിംഗ് കമ്പനീസ് ഫെസിലിറ്റേറ്റ്സ് ദ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ ആൻഡ് അതർ റിസോഴ്സസ് ഓഫ് ദ കമ്പനീസ്. അതായത് ഗ്രൂപ്പിനകത്തുള്ള കമ്പനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ റിസോഴ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, then the public may not be aware of the existence of combination among the various companies. അല്ലേ, പല പല കമ്പനീസ് എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു അതിലൂടെ, and therefore the fruits of monopoly or near monopoly may be enjoyed without resentment in the minds of the people. Okay, ആൾക്കാരുടെ മനസ്സിൽ ഒരു വിദ്വേഷം തോന്നാത്ത രീതിയിൽ ഒരു മൊണോപ്പൊളിയൊക്കെ ആ കമ്പനികൾക്ക് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ അത് നമുക്ക് എന്തല്ല, നല്ലതല്ല. ഓക്കെ, സോഷ്യലി സ്പീക്കിംഗ് നമുക്ക് എന്തല്ല, ഈ ഒരു മൊണോപ്പൊളി എന്ന് പറയുന്നത് നല്ലതല്ല. കോമ്പറ്റീഷൻ എപ്പോഴും എന്ത് ചെയ്യണം, മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ റൂട്ട്സ് ഓഫ് മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ മൊണോപ്പൊളി എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ കമ്പനികൾക്ക്, ആ ഒരു ഗ്രൂപ്പിനകത്തുള്ള കമ്പനീസ്. ഓക്കെ ആണോ അല്ലേ? സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലേ, മെറ്റ എന്ന് പറയുന്ന ആ ഒരു ഹോൾഡിംഗ് കമ്പനി, മെറ്റയുടെ അണ്ടറിലാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അല്ലേ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്നത്. ക്ലിയർ. സോ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു മൊണോപ്പൊളി ഒക്കെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി ഒരു സോഷ്യൽ മീഡിയ ആപ്പ് വരുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും, ആ ഫേസ്ബുക്ക് ആപ്പ് അക്വയറി ചെയ്യുകയോ ചെയ്യും. ക്ലിയർ. സോ ഇത്രയേ ഉള്ളൂ കഥ. സോ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത്, ഒന്ന് സെപ്പറേറ്റ് ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം, ഗുഡ് വിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത് പറഞ്ഞു എന്ത് ചെയ്യുക, സ്മോൾ എമൗണ്ട് മതി അവർക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്മോൾ എമൗണ്ട് മതി ഹോൾഡിംഗ് കമ്പനിക്ക്, ഒരു സബ്സിഡറി കമ്പനി അക്വയറി ചെയ്യാനായിട്ട്. ഇതിന് അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിനകത്തുള്ള കമ്പനീസിന് ഇപ്പോൾ ലോസ് വരികയാണെങ്കിൽ ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് ആ ഇൻകം ടാക്സ് പർപ്പസ്, ടാക്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും, ലോസുകളെല്ലാം ക്യാരി ഫോർവേഡ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിന് അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നു
അതുപോലെ അടുത്ത് പറയുന്നത് ഏതാ പറയുന്നത്, ഈച്ച് സബ്സിഡറി കമ്പനി ഹാസ് ടു പ്രിപ്പയർ, അതായത് അവരുടെ തന്നെ ഓരോ സബ്സിഡറി കമ്പനീസും അവരുടെ തന്നെ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും പ്രോഫിറ്റബിലിറ്റി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ദെൻ അതുപോലെ ഹോൾഡിംഗ് കമ്പനിക്ക് എപ്പോഴെങ്കിലും എന്ത് ചെയ്യണമെങ്കിൽ ഗിവ് അപ്പ് ചെയ്യണമെങ്കിൽ, ഏറെ സബ്സിഡറി കമ്പനിയെ ഗിവ് അപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ മാർക്കറ്റിൽ അവരുടെ ആ ഷെയർ വിറ്റുകൊണ്ട് എന്ത് ചെയ്യാം, ഗിവ് അപ്പ് ചെയ്യാം. ദെൻ കോമ്പറ്റീഷൻ among the two companies are totally eliminated as the both of the companies are managed by the same group. അല്ലേ, ഒരു ഗ്രൂപ്പിൽ ഉള്ള കമ്പനികളായതുകൊണ്ട് തന്നെ ആ കമ്പനികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്ത് ചെയ്യാൻ, ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ. സോ നെക്സ്റ്റ്, ഹോൾഡിംഗ് കമ്പനീസ് ഫെസിലിറ്റേറ്റ്സ് ദ ബെറ്റർ യൂട്ടിലൈസേഷൻ, അതായത് റിസോഴ്സുകളെല്ലാം ഗ്രൂപ്പിനകത്തുള്ള കമ്പനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യാം. ലാസ്റ്റിലത്തത് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട്, ആ കമ്പനികളുടെ അഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്, പബ്ലിക്കിനകത്ത് ഒരിക്കലും അഡ്വാൻറ്റേജ് അല്ല. ഓക്കെ, എന്താ പറയുന്നത്, ഒരു നിയർ മൊണോപ്പൊളിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ക്ലിയർ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കുന്നു, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഹോൾഡിംഗ് കമ്പനി എന്താണെന്നും ഓക്കെ സബ്സിഡറി കമ്പനി എന്താണെന്നും ഒക്കെ മനസ്സിലായി. ഇനി നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഗ്രൂപ്പിന്റെ ഫിനാൻഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് parent and its subsidiaries, or holding company and its subsidiaries. Okay, so presented as those of a single enterprise where a group refers to parent and its subsidiaries. അപ്പോൾ ഗ്രൂപ്പ് പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുക. പാരന്റ് കമ്പനി നീഡ് ടു ഇൻഫോം ദ യൂസേഴ്സ് അബൌട്ട് ദി ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് റിസൾട്ട്സ് ഓഫ് ദ ഓപ്പറേഷൻസ് നോട്ട് ഓൺലി ഫോർ ദെയർ എന്റർപ്രൈസ് ഇറ്റ്സെൽഫ് ബട്ട് ഓൾസോ ഫോർ ദി ഗ്രൂപ്പ് ആസ് എ ഹോൾ. ഓക്കെ, ആ ഗ്രൂപ്പിന്റെ മുഴുവനായിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷനും അവരുടെ പ്രോഫിറ്റബിലിറ്റിയും എല്ലാം എക്സ്റ്റേണൽ യൂസേഴ്സിനും ഇന്റേണൽ യൂസേഴ്സിനും എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം പാരന്റ് കമ്പനി. അതുകൊണ്ട് തന്നെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. For this purpose, consolidated financial statements are prepared and presented by the parent or holding enterprise to provide financial information about a parent and its subsidiary as a single economic entity. ഓക്കെ, അതിനു വേണ്ടിയിട്ട് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നു. ആരാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്? പാരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, കാരണം എല്ലാ യൂസേഴ്സിനും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അവൈലബിൾ ആക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രം പോരാ, എന്ത് ചെയ്യണം, സബ്സിഡിയറീസിൻ്റെ വേണം, അതായത് ഗ്രൂപ്പ് ആസ് എ ഹോൾ വേണം. ക്ലിയർ. സോ അക്കൗണ്ടിംഗ് ഫോർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് പെർ ഇൻഡ് AS 110. ഇപ്പോൾ ഇൻഡ് AS 110 ഏതിനെ കുറിച്ചിട്ട് പറയുന്നത്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അക്കൗണ്ടിംഗ് ഫോർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതിനകത്താണ് പറയുന്നത്? ഇൻഡ് AS 110 ഈസ് മെയ്ഡ് അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ബൈ കമ്പൈനിങ് assets and liabilities of parent and subsidiaries, measuring the non-controlling interest and recognizing the goodwill. ഓക്കെ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനികളുടെയും സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ മെർജ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, കമ്പൈനിങ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാരന്റ് ആൻഡ് സബ്സിഡിയറീസ്, അതായത് പാരന്റ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനീസിന്റെയും അസറ്റുകളും ലയബിലിറ്റീസും നമ്മൾ കമ്പൈൻ ചെയ്യും, ഒരുമിച്ച് കൊണ്ട് നമ്മൾ എഴുതുന്നു. ഓക്കെ, ഏത് സ്റ്റേറ്റ്മെന്റിലേക്ക് എഴുതുന്നു? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 100 രൂപയാണ് ഏതിനകത്തുള്ളത്? പാരന്റ് കമ്പനിക്കുള്ളത്. ദെൻ അതുപോലെ തന്നെ സബ്സിഡിയറി കമ്പനിയുടെ ബുക്കിനകത്ത് എത്രയുണ്ട്? 50 ഉണ്ട്. അപ്പോൾ നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കറണ്ട് ലയബിലിറ്റി കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ എത്ര കാണിക്കുന്നു? 100 + 50 150 കാണിക്കുന്നു. ഓക്കെ ആണോ? കമ്പൈൻ ചെയ്ത് കാണിക്കുന്നു. ഇനി മെഷറിംഗ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇൻഡ് AS 110 പ്രകാരമാണ്. അതുപോലെ റെക്കഗ്നൈസിങ് ഗുഡ്വിൽ ഉണ്ടോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ആണോ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഇൻഡ് AS 103 പറയുന്നത്. ഇൻഡ് AS 103 എന്ന് പറയുന്നത് ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയും. ഇൻഡ് AS 103 എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് കോമ്പിനേഷൻ. ഓക്കെ, ക്ലിയർ. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. 110 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് മാത്രം മനസ്സിലാക്കുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോർമലി ഇൻക്ലൂഡ്. ഇപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, ദെൻ അതുപോലെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്,
നോട്ട്സ്, other statements and explanatory material that form an integral part thereof. Okay, consolidated financial statements includes consolidated statement of profit and loss account, consolidated balance sheet, notes. ഏതൊക്കെയാ? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നോട്ട്സ് ആൻഡ് അതർ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് എക്സ്പ്ലനേറ്ററി മെറ്റീരിയൽസ്. ഓക്കെ, ഇങ്ങോട്ട് നോക്കൂ. The consolidated financial statements are presented to the extent possible in the same format as that adopted by the parent for its separate financial statement. Okay, consolidated financial statements are presented to the extent possible in the same format. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യുമ്പോൾ സെയിം ഫോർമാറ്റിലായിരിക്കണം. ഏത് സെയിം ഫോർമാറ്റിലായിരിക്കണം? ബൈ ദ പാരന്റ് ഫോർ ഇറ്റ്സ് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഏതാ പ്രസന്റ് ചെയ്തിട്ടുള്ള ഫോർമാറ്റ് ഏതാണോ ആ ഫോർമാറ്റിലായിരിക്കണം ഏതും പ്രസന്റ് ചെയ്യേണ്ടത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. അപ്പോൾ financial statement, consolidated financial statement includes consolidated balance sheet, consolidated profit and loss account, notes and other statements and explanatory materials. ഇനി consolidated financial statement പ്രിപ്പയർ ചെയ്യുമ്പോൾ പാരന്റ് കമ്പനി അവരുടെ ഇൻഡിവിജ്വൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് സെയിം ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം ഏത് പ്രിപ്പയർ ചെയ്യേണ്ടത്? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി റെലവന്റ് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013, 2013 കമ്പനീസ് ആക്ടിൽ കുറച്ച് പ്രൊവിഷൻസ് പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. സെക്ഷൻ 129 ക്ലോസ് 3, സെക്ഷൻ 129 ക്ലോസ് 3 പറയുന്നുണ്ട് മാൻഡേറ്റഡ്, ഓക്കെ, നിർബന്ധമായും ചെയ്യണം. ദ കമ്പനീസ് ഹാവിംഗ് 1 or more subsidiaries to prepare consolidated financial statement. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സെക്ഷൻ 129 ക്ലോസ് 3 കമ്പനീസ് ആക്ട് 2013 മാൻഡേറ്റഡ്, നിർബന്ധമായും ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ദ കമ്പനീസ് ഹാവിംഗ് 1 or more subsidiaries, അല്ലേ? കമ്പനീസ് ഹാവിംഗ് 1 or more subsidiaries, ഒന്നോ അതിലധികമോ സബ്സിഡിയറീസ് ഉള്ള കമ്പനീസ് നിർബന്ധമായും എന്ത് പ്രിപ്പയർ ചെയ്തിരിക്കണം? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. സെക്ഷൻ ഏതാണ്? 129 ക്ലോസ് 3. ക്ലിയർ ആണോ പറയുന്നത്? ഇനി ദ കമ്പനി ഷാൽ ഓൾസോ അറ്റാച്ച് എലോങ് വിത്ത് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ കമ്പനി എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം അറ്റാച്ച് ചെയ്യണം. എന്ത് അറ്റാച്ച് ചെയ്യണം? എ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്നിങ് ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ സബ്സിഡിയറി ഓർ സബ്സിഡിയറീസ്. ഓക്കെ, സബ്സിഡിയറി അല്ലെങ്കിൽ സബ്സിഡിയറീസ് കമ്പനീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫീച്ചേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് കൂടി എന്ത് ചെയ്തിരിക്കണം? പാരന്റ് കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം. അതൊരു ഫോം ഉണ്ട്. ആ ഫോം ഇതാണ്, ഫോം നമ്പർ AOC1. ഓക്കെ, AOC1, I അല്ല 1 ആണ്. AOC1 as per the rule 5 of the companies rules 2014. കമ്പനീസ് റൂൾസ് 2014 റൂൾ 5 പ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു സെപ്പറേറ്റ് ഫോമിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സബ്സിഡിയറി കമ്പനീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്തിരിക്കണം? സബ്സിഡിയറി കമ്പനീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്ത് ചെയ്തിരിക്കണം? AOC1 ഫോമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ആ AOC1 കൂടി ഏതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം? ഫിനാൻഷ്യൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ പറയുന്നത്? ഇപ്പോൾ 129 ക്ലോസ് 3 പറയുന്നുണ്ട് നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം? ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒന്നോ അതിലധികമോ സബ്സിഡീസ് ഉണ്ടെങ്കിൽ ആ കമ്പനി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. അതുപോലെ ആ കമ്പനി, ഏത് കമ്പനി? പാരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് കൂടി അറ്റാച്ച് ചെയ്തിരിക്കണം. ആ സ്റ്റേറ്റ്മെന്റ് ഏത് പ്രകാരമായിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്? ഫോം AOC1 പ്രകാരമാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഫോമിനകത്ത് അല്ലെങ്കിൽ ആ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തായിരിക്കണം അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്? ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി സബ്സിഡിയറി ഓർ സബ്സിഡിയറീസ്. ഓക്കെ, സബ്സിഡിയറി കമ്പനീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ളതായിരിക്കണം ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ആ ഫോം ഏത് ഫോമിലായിരിക്കണം? AOC1 ആസ് പെർ ദ റൂൾ 5 ഓഫ് ദി കമ്പനീസ് റൂൾസ് 2014. ക്ലിയർ ആണ് ഇത്രയും? നെക്സ്റ്റ്,
The consolidation of financial statement of the company shall be made in accordance with the provisions of Schedule 3 of the Companies Act 2013. അപ്പോൾ കൺസോളിഡേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കമ്പനി ഷാൽ ബി മെയ്ഡ്. കൺസോളിഡേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ഷെഡ്യൂൾ 3 പ്രകാരമായിരിക്കണം. ഏത് പ്രകാരമായിരിക്കണം? ഷെഡ്യൂൾ 3. ആൻഡ് ദി ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ആപ്ലിക്കബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഷെഡ്യൂൾ 3 പ്രകാരമായിരിക്കണം CFS എന്ത് ചെയ്യേണ്ടത്? മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ. Next, consolidated financial statements to include all subsidiaries, domestic and foreign. Okay, domestic subsidiaries, foreign subsidiaries, എല്ലാ subsidiaries ഉണ്ടെങ്കിലും അതെല്ലാം consolidated financial statement-നകത്ത് include ചെയ്തിട്ടുണ്ടാവണം. Consolidated financial statements to include all subsidiaries. എല്ലാ സബ്സിഡറീസിന്റെയും എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏതിനകത്ത് ഉണ്ടാവണം? CFS-നകത്ത് എല്ലാ സബ്സിഡറീസിന്റെയും ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടു ഇൻക്ലൂഡ് ചെയ്യണം ഓൾ സബ്സിഡറീസ്. എല്ലാ സബ്സിഡറീസിന്റെയും എന്ത് ചെയ്തിട്ടുണ്ടാവണം? എല്ലാ സബ്സിഡറി ഡീറ്റെയിൽസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഉണ്ടായിരിക്കണം. അത് ഡൊമസ്റ്റിക് ആണെങ്കിലും ഫോറിൻ ആണെങ്കിലും. ഇനി വൺ കമ്പനി ക്യാൻ ബി സബ്സിഡിയറി ഓഫ് two holding companies at the same time. In such cases, both the parent to consolidate the same subsidiary. ഒന്നുകൂടി. One company can be a subsidiary of two holding companies at the same time. ഒരേ സമയം ഒരു കമ്പനി തന്നെ ഒന്നിൽ കൂടുതൽ കമ്പനികളുടെ സബ്സിഡിയറി ആണെങ്കിൽ both the parents to consolidate the same subsidiary. Okay, എല്ലാ ഹോൾഡിംഗ് കമ്പനീസ് അല്ലെങ്കിൽ പാരന്റ് കമ്പനീസും എന്ത് ചെയ്തിരിക്കണം? ആ സെയിം സബ്സിഡിയറിയെ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് നോക്കി. എ ലിമിറ്റഡ് ഹോൾഡ്സ് 51% ഓഫ് ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് എന്ത് ചെയ്യുന്നുണ്ട്? ബി ലിമിറ്റഡിന്റെ 51%, ബി ലിമിറ്റഡിന്റെ 51% ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്നതാണ് ഇവിടെ എ എന്ന് പറയുന്നത്. ഇപ്പോൾ എ ലിമിറ്റഡ് ഹോൾഡ്സ് 51% ഇൻ ബി ലിമിറ്റഡ്. അപ്പോൾ എ ലിമിറ്റഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കേണ്ടത്? ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കേണ്ടത് അല്ലേ? എ ലിമിറ്റഡ് ആണ് എന്തെന്ന് വിളിക്കുക? ഹോൾഡിംഗ് കമ്പനി. ക്ലിയർ അല്ലേ? ബി ലിമിറ്റഡ് ആണ് എന്ത്? സബ്സിഡിയറി കമ്പനി. ഇനി CFS ആരായിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഹോൾഡിംഗ് കമ്പനി ആയിരിക്കണം CFS. അപ്പോൾ എ ലിമിറ്റഡ് ആയിരിക്കണം. CFS ഓഫ് എ ലിമിറ്റഡ് ഇൻക്ലൂഡിംഗ് ബി ലിമിറ്റഡ്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ലിമിറ്റഡ്. എ ലിമിറ്റഡിന്റെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് ഏതുകൂടി ഉണ്ടായിരിക്കണം? ബിയുടെ ഡീറ്റെയിൽസ് കൂടി ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ. ഇനി അടുത്തൊരു കേസ് നോക്കിയേ. എ ലിമിറ്റഡ് ഹോൾഡ്സ് 51% ഇൻ ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡ് ടേൺസ് ഹോൾഡ്സ് 100% ഇൻ സി ലിമിറ്റഡ്. ഓക്കെ, എന്താ പറഞ്ഞത്? എ ലിമിറ്റഡ് ഹോൾഡ്സ് 51% ഇൻ ബി ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനി, ബി എന്ന് പറയുന്നത് സബ്സിഡിയറി കമ്പനി. അത് ക്ലിയർ ആയേ അല്ലേ? ഇനി ബി ലിമിറ്റഡ് ഇൻ ടേൺ ഹോൾഡ് 100% ഇൻ സി ലിമിറ്റഡ്. ബി ലിമിറ്റഡ് എന്ത് ചെയ്യുന്നു? സി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 100% ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്നത് ഇവിടെ ആര്? ഹോൾഡിംഗ് കമ്പനി. സി എന്ന് പറയുന്ന ആര്? സബ്സിഡിയറി കമ്പനി. അപ്പോൾ ഇവിടെ ബി ഹോൾഡിംഗ് കമ്പനിയുമായി സബ്സിഡിയറി കമ്പനിയുമായി. കഥ മനസ്സിലായ? ബി ആരുമായി? ഹോൾഡിംഗ് കമ്പനിയുമാണ് സബ്സിഡിയറി കമ്പനിയുമാണ്. ഓക്കെ. ഇൻ കേസ് CFS ഓഫ് എയുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡിങ് ഈ എയുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നതാണ്? നമ്മൾ ബിയുടെയും സിയുടെയും ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആരും പ്രിപ്പയർ ചെയ്യും? സി. ഇവിടെ ബി എന്ന് പറയുന്നതും ഹോൾഡിംഗ് കമ്പനി അല്ലേ? അപ്പോൾ ബി എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണ്ടേ? അപ്പോൾ ബി പ്രിപ്പയർ ചെയ്യുന്ന CFS-ലും എന്ത് ചെയ്തിരിക്കണം? സിയുടെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ അല്ലേ? എ പ്രിപ്പയർ ചെയ്യുമ്പോൾ എയുടെ സബ്സിഡിയാണ് ബി, ബിയുടെ സബ്സിഡിയാണ് സി. അപ്പോൾ എയുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ബിയുടെയും സിയുടെയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ബിയുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഏത് മാത്രം മതി? സിയുടെ മാത്രം മതി. ഓക്കെ ആണേ? കഥ മനസ്സിലായി? ഓക്കെ. നെക്സ്റ്റ് നോക്കി. സെക്ഷൻ 129 ഓഫ് ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 129 പ്രകാരം ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി, ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനോടൊപ്പം ദ ബിലോ മെൻഷൻഡ് ഡോക്യുമെന്റ്
ഓക്കെ, താഴെ പറയുന്ന ഡോക്യുമെന്റ് കൂടി അറ്റാച്ച് ചെയ്തിരിക്കണം. ആരുടെ ഡോക്യുമെന്റ് ആണ്? സബ്സിഡിയറി കമ്പനിയുടെ ബിലോ മെൻഷൻഡ് ഡോക്യുമെന്റ്സ് കൂടി അറ്റാച്ച് ചെയ്തിരിക്കണം. ഒന്നുകൂടി സെക്ഷൻ 129 പറയുന്നുണ്ട്, ആര് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനി പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിനോടൊപ്പം എന്ത് ചെയ്യണം? അവരുടെ സബ്സിഡിയറി കമ്പനീസിന്റെ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൂടി ഡോക്യുമെന്റുകൾ കൂടി എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്തിരിക്കണം. ഒന്ന്, എ കോപ്പി ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ സബ്സിഡിയറിയുടെ ബാലൻസ് ഷീറ്റിന്റെ കോപ്പി ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദി സബ്സിഡിയറി കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കോപ്പി. ദെൻ എ കോപ്പി ഓഫ് ദ റിപ്പോർട്ട് ടു ഇറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി. ഒന്നുകൂടെ പറയാം, ബാലൻസ് ഷീറ്റിനോടൊപ്പം ഹോൾഡിംഗ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനോടൊപ്പം സബ്സിഡിയറി കമ്പനിയുടെ കുറച്ച് ഡോക്യുമെന്റുകൾ കൂടി അറ്റാച്ച് ചെയ്യണം. ഒന്നാമത്തെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, കഴിഞ്ഞ ഇല്ല. 4, എ കോപ്പി ഓഫ് ദ റിപ്പോർട്ട് ഓഫ് ഇറ്റ്സ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അതുപോലെ എ സ്റ്റേറ്റ്മെന്റ് കണ്ടെയ്നിങ് ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്, താഴെ പറയുന്ന കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഒന്ന്, ദ നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് ഇൻട്രസ്റ്റ് ഇൻ ദ സബ്സിഡിയറി അറ്റ് ദ എൻഡ് ഓഫ് ദ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ദ നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഹോൾഡിംഗ് കമ്പനീസ് ഇൻട്രസ്റ്റ് ഇൻ ദ സബ്സിഡിയറി, അതായത് ഹോൾഡിംഗ് കമ്പനീസിന് സബ്സിഡിയറി കമ്പനീസിന് മേൽ എത്ര പെർസെൻറ്റേജ് ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ദ നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ്, അത് ഏത് ടൈപ്പ് ഓഫ് ഷെയർ ആണ്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം. ഓക്കെ, ദ നെറ്റ് അഗ്രഗേറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ് ഇൻ ദ സബ്സിഡിയറി. The net aggregate amount. What do you mean by aggregate? Aggregate എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട്. നെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ ഓൾ ഡിഡക്ഷൻസ്. അതിനെയാണ് നെറ്റ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, ഗ്രോസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് വാല്യൂ ആണോ? അല്ല. നെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞിട്ടുള്ള വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നെറ്റ് വാല്യൂ എന്ന് വിളിക്കുക. അപ്പോൾ നെറ്റ് അഗ്രഗേറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓർ ലോസസ് ഇൻ ദ സബ്സിഡിയറിയുടെ നെറ്റ് അഗ്രഗേറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസസ്, ലാഭത്തിൻ്റെയോ നഷ്ടത്തിൻ്റെയോ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞതിന് ശേഷമുള്ള ടോട്ടൽ എമൗണ്ട്. ആസ് ഇറ്റ് കൺസേൺസ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡെൽറ്റ് വിത്തിൻ ദ ഹോൾഡിംഗ് കമ്പനീസ് അക്കൗണ്ട്സ്. ഓക്കെ, ഹോൾഡിംഗ് കമ്പനീസ് അക്കൗണ്ട്സിൽ ഡെൽറ്റ് ചെയ്ത ഡീറ്റെയിൽസ് അല്ല വേണ്ടത്, സബ്സിഡിയറി കമ്പനീസിൻ്റെ ഇത് പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ നെറ്റ് അഗ്രഗേറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടി ഉണ്ടായിരിക്കണം. ഒന്ന്, ഹോൾഡിംഗ് കമ്പനീസിന് സബ്സിഡിയറി കമ്പനീസിലുള്ള ഇൻട്രസ്റ്റ് എത്ര, അത് നേച്ചർ, അതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്ര. ദെൻ അതുപോലെ നെറ്റ് അഗ്രഗേറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓർ ലോസ് ഇൻ ദി സബ്സിഡിയറി. ദെൻ അതുപോലെ ഇഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദ ഹോൾഡിംഗ് കമ്പനി ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറി കമ്പനി കോയിൻസൈഡ് വിത്ത് ഈച്ച് അതർ, അതായത് ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനിയുടെയും ഫിനാൻഷ്യൽ ഇയർ ഒരേ ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ, കോയിൻസൈഡ് വിത്ത് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡിയറി കമ്പനിയുടെയും ഫിനാൻഷ്യൽ ഇയേഴ്സ് ചില സമയങ്ങളിൽ ഒരേപോലെ ആകണമെന്നില്ല. ചിലപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഫസ്റ്റ് ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെ ആയിരിക്കാം, ചിലപ്പോൾ സബ്സിഡിയറി കമ്പനിയുടേത് വേറെ ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ ജനുവരി മുതൽ 31 ഡിസംബർ വരെ ആണെങ്കിൽ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നില്ല, ഒരേപോലെ അല്ല. ഓക്കെ, ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് ദ ഹോൾഡിംഗ് കമ്പനീസ് ഫിനാൻഷ്യൽ ഇയർ ആൻഡ് സബ്സിഡിയറി കമ്പനീസ് ഫിനാൻഷ്യൽ ഇയർ കോയിൻസൈഡ് വിത്ത് ഈച്ച് അതർ, രണ്ടും ഒരുപോലെയാണെങ്കിൽ the subsidiary company's balance sheet and other documents specified above with respect to the same financial year should be attached to the balance sheet of the holding company. Holding companyയുടെ balance sheetനോടൊപ്പം subsidiary companyയുടെ balance sheetഉം ബാക്കിയുള്ള ഡോക്യുമെന്റും, നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റുകളിലെ ഈ ഡോക്യുമെന്റുകളെല്ലാം എന്ത് ചെയ്തിട്ടുള്ള, ഏതൊക്കെയാ ഡോക്യുമെന്റുകൾ എന്ന് പറയുന്നത്? ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റിപ്പോർട്ട്, ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ട്, ദെൻ അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനിയുടെ ഇൻട്രസ്റ്റ് എത്രയാണ്, അതിന്റെ എക്സ്റ്റെന്റ് എത്രയാണ്, എത്ര പെർസെന്റേജ് ആണ്, ഏത് ടൈപ്പ് ഓഫ് ആണ്. ഓക്കെ, ഡെറ്റ് അഗ്രഗേറ്റ്, എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ സബ്സിഡിയറി, ഇത്രയും കാര്യങ്ങളും കൂടി എന്ത് ചെയ്തിട്ടുണ്ടാവണം? ബാലൻസ് ഷീറ്റിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഇഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദ സബ്സിഡിയറി does not coincide with the financial year of the holding company, ഹോൾഡിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറും സബ്സിഡിയറി കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറും ഒരുപോലെ അല്ല എങ്കിൽ a statement showing the following should be attached.
ഓക്കെ, താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഒന്ന്, വെദർ ആൻഡ് ടു വാട്ട് എക്സ്റ്റെന്റ് there has been a change in the holding company's interest in the subsidiary companies since the close of the financial year of the subsidiary company. ഓക്കെ, അതായത് വെദർ ആൻഡ് ടു വാട്ട് എക്സ്റ്റെന്റ് there has been a change in the holding company's interest, അതായത് ഹോൾഡിംഗ് കമ്പനിക്ക് ഏത് കമ്പനിയുള്ള സബ്സിഡറി കമ്പനിയുടെ ഒരു പെർസെൻറ്റേജ് ഷെയർ ഹോൾഡിംഗ് ഉണ്ടാവുമല്ലോ. ആ ഷെയർ ഹോൾഡിംഗിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് എത്രത്തോളം ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ എത്ര പെർസെൻറ്റേജ് വാങ്ങി? ഒരു 60% ഷെയർ ആണ് അക്വയർ ചെയ്യുന്ന വെക്കുക അല്ലേ. അതിനുശേഷം അത് വീണ്ടും 10% കൂടി അവർ വാങ്ങി. ഓക്കെ, 10% കൂടി പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന 60 ആണ്, ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തു 60 എന്നുള്ളത് ഇപ്പോൾ എത്രയായി? 70% ഷെയർ അക്വയർ ചെയ്തില്ലേ. ഓക്കെ, സോ there has been a change in the holding company's interest in the subsidiary company. മനസ്സിലായോ? നേരത്തെ അവർ 50%, 51% ആയിരിക്കും പർച്ചേസ് ചെയ്ത്, അതിനുശേഷം അവർ വീണ്ടും ഒരു 10% കൂടി പർച്ചേസ് ചെയ്തു. അപ്പോൾ അവിടെ ചേഞ്ച് ഉണ്ടായില്ലേ? അങ്ങനെ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയാണ് ആ ചേഞ്ച്? അത് കാണിക്കണം, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. Then details of any material changes which have occurred between the end of the financial year of the subsidiary company and the end of the financial year of the holding company in respect of എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതിനൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, the subsidiaries fixed asset, സബ്സിഡിയറിയുടെ ഫിക്സഡ് അസറ്റിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സബ്സിഡിയറിയുടെ ഇൻവെസ്റ്റ്മെന്റിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ 2 ഡേറ്റുകളാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഏതൊക്കെ 2 ഡേറ്റുകൾ? ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദ സബ്സിഡറി കമ്പനി ആൻഡ് ദ ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി. ഓക്കെ, ഇത് രണ്ടും രണ്ടാണെന്നല്ലേ പറയും. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ പറഞ്ഞു വന്നത് ഇതല്ലേ, ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദി സബ്സിഡറി കമ്പനിയുടെയും ഹോൾഡിംഗ് കമ്പനിയുടെയും ഫിനാൻഷ്യൽ ഇയർ പരസ്പരം എന്തല്ല കോയിൻസൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടേത് 1 ഏപ്രിൽ 31 ഒരാളുടേത് 1 ജനുവരി 31 ഡിസംബറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നാ പറയുന്നത്? ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയിന്മേലുള്ള ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് അതിന്റെ എക്സ്റ്റെന്റ് എത്രയാ എന്നുള്ളതിനൊരു സ്റ്റേറ്റ്മെന്റ്. ദെൻ 2, മെറ്റീരിയൽ ചേഞ്ചസ്, അതായത് 2 കമ്പനികളുടെയും ഫിനാൻഷ്യൽ ഇയർ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ വ്യത്യാസമുള്ള പീരിയഡിൽ താഴെ പറയുന്ന ഐറ്റത്തിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, the details of any material change which have occurred between the end of the financial year of the subsidiary company, subsidiary കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് മുതൽ എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി, ഹോൾഡിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ് വരെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ ഐറ്റത്തിന്? താഴെ പറയുന്ന ഐറ്റത്തിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ചസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യണം. ഏതൊക്കെയാ ഐറ്റംസ്? സബ്സിഡിയറിയുടെ ഫിക്സഡ് അസറ്റിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? ഇൻവെസ്റ്റ്മെന്റിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ 31 ഡിസംബറിൽ എൻഡ് ചെയ്യും, ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യും സബ്സിഡിയറി കമ്പനി. ഓക്കെ, ഇതിന് അതുപോലെ തന്നെ 31 മാർച്ച് ആവും ഏത് കമ്പനി ആകുമ്പോൾ? ഹോൾഡിംഗ് കമ്പനി ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, 2 ഡേറ്റ് അല്ലേ. സോ ഈ തമ്മിലുള്ള വ്യത്യാസം, ഫസ്റ്റ് 31 ഡിസംബർ ഫിനാൻഷ്യൽ എൻഡ് മുതൽ 31 മാർച്ച് വരെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായ? ഏതൊക്കെ ഐറ്റത്തിന് ഉണ്ടാകുന്ന ചേഞ്ചസ്? സബ്സിഡിയുടെ ഫിക്സഡ് അസറ്റിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദെൻ മണി ലെൻഡ് ബൈ ഇട്ട്. ഓക്കെ, മണി ലെൻഡ് ബൈ ഇട്ട്. ഓക്കെ, മണി ലെൻഡ് ബൈ ഇട്ട് എന്താണ്? സബ്സിഡറി കമ്പനി ലെൻഡ് ചെയ്തിട്ടുള്ള പണത്തിന് അല്ലെങ്കിൽ മണിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദെൻ ദ മണി ബോറോവ്ഡ് ബൈ ഇട്ട്, സബ്സിഡറി കമ്പനി ബോറോ ചെയ്തിട്ടുള്ള മണിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ if for any reason the board of directors of the holding company is unable to obtain information on profit, അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റിന്റെയും ഇൻഫർമേഷൻസ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല എങ്കിൽ അതിന്റെ ഒരു റിപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നും എന്താണ് റവന്യൂ പ്രോഫിറ്റ് എന്നും ഒക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നിങ്ങളിപ്പോൾ മാത്രം മനസ്സിലാക്കുക. ദി directors of the holding company is unable to obtain information on profits, that means capital or revenue profits, a report in writing to the effect. Okay, അതിനു വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് എഴുതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കൂടി എന്ത് ചെയ്യണം?
കൂടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാ പറയുന്നത്? രണ്ട് കമ്പനികളുടെയും ഫിനാൻഷ്യൽ ഇയർ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം അറ്റാച്ച് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഇനി രണ്ടാമത് പറയുന്ന കേസ് നോക്കുക. ദ ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദ സബ്സിഡറി കമ്പനി ഡസ് നോട്ട് കോയിൻസൈഡ് വിത്ത് ദ ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറും സബ്സിഡറി കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല എങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കൂടി നമ്മൾ അറ്റാച്ച് ചെയ്യണം. ഏതൊക്കെയാണ് ആ ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചാൽ നോക്കൂ. ഒന്നാമത്തെ ഡീറ്റെയിൽസ്, ആരുടെ ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ചേഞ്ച് എന്നുള്ളത്. അതുപോലെ മെറ്റീരിയൽ ചേഞ്ചസ് ബിറ്റ്വീൻ ദ ഡേറ്റ്. ഓക്കെ, ഇവിടെയും ആ ബിറ്റ്വീൻ ദ ഡേറ്റ് ഉണ്ട്. ആ ഈ രണ്ട് ഡേറ്റുകൾക്കിടയിൽ ഷെയർ ഹോൾഡിംഗിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച്. ഇനി ഈ രണ്ട് ഡേറ്റുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച്. മെറ്റീരിയൽ ചേഞ്ചസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദ സബ്സിഡിയറി, the money lent by the subsidiary, the money borrowed by the subsidiary. ഇതിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്. ഇനി അതുപോലെ if for any reason the board of directors of the holding company is unable to obtain information on profits, അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റോ റവന്യൂ പ്രോഫിറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഹോൾഡിംഗ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കഥകൾ എന്തൊക്കെയാ പറഞ്ഞത്? സെക്ഷൻ 129 പറയുന്നുണ്ട് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനോടൊപ്പം താഴെ പറയുന്ന ഡോക്യുമെന്റുകൾ കൂടി അറ്റാച്ച് ചെയ്യണം അല്ലേ. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിനോടൊപ്പം, നമ്മളിവിടെ പഠിക്കുന്നത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ട് മാത്രമാണ്. ഓക്കെ, സോ അത് മാത്രമേ മനസ്സിലാക്കിയാൽ മതി. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിനോടൊപ്പം എന്തൊക്കെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്? സബ്സിഡിയുടെ ബാലൻസ് ഷീറ്റ്, സബ്സിഡിയുടെ P&L അക്കൗണ്ട്, ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റിപ്പോർട്ട്, ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ട്, ദെൻ ഹോൾഡിംഗ് കമ്പനിയുടെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഹോൾഡിംഗ്, ദെൻ അതുപോലെ നെറ്റ് അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദി സബ്സിഡിയറി. ക്ലിയർ ആണ്? ദെൻ ഫിനാൻഷ്യൽ ഇയർ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഡോക്യുമെന്റുകൾ മാത്രം. കോയിൻസൈഡ് ചെയ്യുന്നില്ല, രണ്ട് ഡേറ്റ് ആണ്. ആരുടെയൊക്കെ? ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദി ഹോൾഡിംഗ് കമ്പനിയുടെയും ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദ സബ്സിഡറി കമ്പനിയുടെയും രണ്ട് ഇയർ ആണെങ്കിൽ ഇനി പറയുന്ന ഡോക്യുമെന്റുകൾ കൂടി അറ്റാച്ച് ചെയ്യേണ്ടി വരും ഇല്ലേ. ഏതൊക്കെ അറ്റാച്ച് ചെയ്യേണ്ടത്? ആ ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ 31 ഡിസംബറും 31 മാർച്ചും ആണെങ്കിൽ തമ്മിൽ ഈ ഗ്യാപ്പിൽ ഇത് ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് എന്താ? ഓക്കെ, ദെൻ ഈ ഗ്യാപ്പിൽ എന്ത് സബ്സിഡിയറി കമ്പനിക്ക് എന്തെങ്കിലും മെറ്റീരിയൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സബ്സിഡിയറി കമ്പനിയുടെ എന്തിന് ഫിക്സ്ഡ് അസറ്റുകൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റുകൾക്കിടയ്ക്കാണ്. ഈ ഡേറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയതാണ്. ഈ ഡേറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദ സബ്സിഡറി കമ്പനി ആൻഡ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ഓഫ് ദി ഹോൾഡിംഗ് കമ്പനി. ആ തമ്മിലുള്ള ഗ്യാപ്പ്, അതിനിടയ്ക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഓക്കെ ആണോ? മണി ലെൻഡ് ബൈ ദ സബ്സിഡറി കമ്പനി, മണി ബോറോവ്ഡ് ബൈ ദ സബ്സിഡറി കമ്പനി. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യണം. ഓക്കെ ആണേ. ഇനി അടുത്ത് നോക്കാം. കൺസോളിഡേഷൻ ഓഫ് ഇറ്റ്സ് സബ്സിഡറി വിച്ച് ഈസ് എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഒരു സബ്സിഡറി ഉണ്ട്, ആ സബ്സിഡറി എന്ന് പറഞ്ഞാൽ ഒരു LLP ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, രണ്ട് കുഞ്ഞു കാര്യങ്ങൾ നോക്കൂ. ഇറ്റ് ഈസ് നോട്ടഡ് ദാറ്റ് the relevant accounting standards, that is Ind AS 110 എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ the consolidated financial statement provides that consolidated financial statementനകത്ത് where an entity has control on one or more other entities, the controlling entity is required to consolidate all the controlled entities. Ind AS 110 ഇതാണ് പറയുന്നത്. Where an entity has control on one or more entities. Okay, A has control over B, C and D. Okay, 3 companies, B, C and D. Clear? A has control. ഇവിടെ നോക്കിയേ, ഇനി entity A has control on one or more entities. ഒന്നോ അതിലധികം entities കൺട്രോൾ ഉണ്ട്. Clear? The controlling entity means A is required to consolidate all the controlled entities.
കൺട്രോൾഡ് ആരെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇവിടെ ബി എയും സി എയും ഡി എയും കൺട്രോൾ ചെയ്യുന്ന ആരാണ്? കൺട്രോളിംഗ് എൻറ്റിറ്റി എ ആണ്. അപ്പോൾ എ എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, വിച്ച് ഇൻക്ലൂഡ്സ് ദി ഡീറ്റെയിൽസ് ഓഫ് ബി, സി ആൻഡ് ഡി. ക്ലിയർ ആണ് അല്ലേ? ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എൻറ്റിറ്റി ഹാസ് കൺട്രോൾ ഓൺ വൺ ഓർ മോർ എൻറ്റിറ്റീസ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്ന യൂസ് ചെയ്യുന്ന ടേം എന്താണ്? ഇൻഡേഴ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് എൻറ്റിറ്റീസ് എന്നാണ്. അതുകൊണ്ട് തന്നെ സിൻസ് ദ വേർഡ് എൻറ്റിറ്റി ഇൻക്ലൂഡ്സ് എ കമ്പനി ആസ് വെൽ ആസ് എനി അതർ ഫോം ഓഫ് എൻറ്റിറ്റി. ഓക്കെ, എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പനിയുമാകാം, അതുപോലെ തന്നെ എനി അതർ ഫോം ഓഫ് എൻറ്റിറ്റി. ഓക്കെ, therefore LLPs and partnership firms are required to be consolidated. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പുകളും പാർട്ണർഷിപ്പ് ഫേമുകളും എന്ത് ചെയ്യണം? കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് ആരുടെ സബ്സിഡറി ആണെങ്കിൽ മാത്രം, ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ സബ്സിഡറി ആണ് ഒരു LLP അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേം എങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? കൺസോളിഡേറ്റ് ചെയ്താൽ മതി. therefore ഇതാണ് പോയിന്റ്, ഇതാണ് എഴുതി വെക്കേണ്ടത്. A holding company is required to consolidate its subsidiary which is an LLP or a partnership firm. ഇതാണ് പോയിന്റ്. അതുകൊണ്ട് തന്നെ ഒരു ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് they are required to consolidate its all subsidiaries. എല്ലാ കമ്പനീസിനെയും എല്ലാ സബ്സിഡിയറീസിനെയും കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഇപ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനിയുടെയും ഡീറ്റെയിൽസ് എല്ലാം കൂടി രണ്ടും കൂടി ആഡ് ചെയ്ത് ഒരുമിച്ച് എഴുതുക. ഓക്കെ, മെർജ് ചെയ്ത് എഴുതുക, അത്രേ ഉള്ളൂ. ഓക്കെ, കമ്പൈൻ ചെയ്ത് എഴുതുക ഡീറ്റെയിൽസ്. അതാണ് കൺസോളിഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? എ ഹോൾഡിംഗ് കമ്പനി ഈസ് റിക്വയർഡ് ടു കൺസോളിഡേറ്റ് ഇറ്റ്സ് സബ്സിഡിയറീസ് വിച്ച് ഈസ് ആൻ LLP ഓർ എ പാർട്ണർഷിപ്പ് ഫേം. ഓക്കെ, അത് LLP ആണെങ്കിലും പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിലും എന്ത് ചെയ്തിരിക്കണം? കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രമാത്രം എഴുതി വെച്ചാൽ മതി. ക്ലിയർ? ബൈ.